പലപ്പോഴും ഒ പിയിൽ വന്നിട്ട് പാരൻസ് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, എൻ്റെ മോളിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, വാശിയാണ്, മടിയാണ്, അല്ലെങ്കിൽ പഴയ പോലെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. വിശദമായിട്ട് നമ്മൾ ചോദിച്ചറിയുമ്പോൾ ഇതൊക്കെ PCOSൻ്റെ ലക്ഷണങ്ങളാണല്ലോ എന്ന് പറയുമ്പോൾ പാരൻസ് പറയും, ഇല്ല ഡോക്ടറെ, അവളുടെ പീരിയഡ്സ് ഒക്കെ കറക്റ്റാണ് എന്ന്. പീരിയഡ്സ് കറക്റ്റാണ് എന്നതുകൊണ്ട് മാത്രം PCOS ഇല്ല എന്നൊരർത്ഥമില്ല കേട്ടോ. പീരിയഡ്സ് കറക്റ്റ് ആയിരിക്കാം, പക്ഷേ അവിടെ ഓവുലേഷൻ നടക്കുന്നുണ്ടായിരിക്കില്ല, അതായത് അണ്ടം വിരിയുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസ് വ്യത്യാസപ്പെട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, അതായത് ആൻഡ്രോജൻ ലെവല് ആണുങ്ങളുടെ ഹോർമോൺ കൂടുതലായി നിൽക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെയും അവരുടെ സ്വഭാവത്തിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഒരു കാരണമാണ്. കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും, കാരണം മുഖക്കുരു കൂടുതലായിട്ട് വരിക, മുടി കൊഴിച്ചിലുണ്ടാവുക, അമിതമായിട്ട് വണ്ണം വരിക, ഇതൊക്കെ വരുമ്പോൾ അവരുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, ക്ഷീണം അമിതമായിട്ടുണ്ടാവും. ഇതുകൊണ്ട് തന്നെ അത് പലപ്പോഴും മടി അല്ലെങ്കിൽ അലസതയായിട്ടായിരിക്കും കൂടെ ഉള്ളവർ, പാരൻസോ അല്ലെങ്കിൽ പാർട്ട്ണറൊക്കെയും മനസ്സിലാക്കുന്നുണ്ടാവുക. ഇത് ഒരിക്കലും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവരുടെ PCOS സിംറ്റമാണ്, ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അമിതമായിട്ടുള്ള ക്ഷീണം, എത്ര കിടന്നുറങ്ങിയാലും രാവിലെ എണീക്കുമ്പോൾ ഒട്ടും എനർജി ഇല്ലാത്തൊരവസ്ഥ. സോ അവർക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ അവരുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും. അത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക. താങ്ക്